കേരളത്തിലെ കബനിപ്പുഴയാണിത്. ഇത് കർണാടകയിലേക്ക് കയറി കഴിയുമ്പോൾ ഇത് ബാവലിപ്പുഴയായി മാറും. അപ്പോൾ ഇത് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള സ്ഥലമാണ്. പോട്ടെ പോട്ടെ പോട്ടെ, ഇവിടം വരെ എത്തിയില്ല. പോരു ബാ പാർലിജി വരൂ. ഇതാ നമുക്ക് പാർലിജി ബിസ്ക്കറ്റൊക്കെ വനദേവത തന്നിരിക്കുകയാണ്. അപ്പോൾ വനദേവത തന്ന പാർലിജി ബിസ്ക്കറ്റ് നമ്മൾ പിടിച്ചെടുക്കുകയാണ്. ഇത് കണ്ടോ, നമ്മൾ വനദേവതയോട് പ്രാർത്ഥിച്ചാൽ പാർലിജി ബിസ്ക്കറ്റ് വരെ കിട്ടും. അതും ചേകാടിയിൽ നിന്ന്. ഈ പുഴ ഇപ്പോൾ കാണാൻ നല്ല രസമാണ്. പക്ഷേ മഴക്കാലത്ത് അവിടം വരെ തിട്ട കവിഞ്ഞ് കയറി വരുന്ന ഒരു വലിയ പുഴയാണ്. ഭയങ്കര മലരിയും കയങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ മൺതിട്ട, സെൻട്രലിലുള്ള മൺതിട്ടയുടെ രണ്ട് സൈഡിൽ കൂടിയാണ് ഈ പുഴ ഒഴുകുന്നത്. അങ്ങോട്ടേക്ക് നമുക്കൊന്ന് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അക്കരെ ഒന്ന് പോയിട്ട് വരാം. പുഴയിലൂടെ ഇക്കരയ്ക്ക് പോരുവാണ്. കുഞ്ഞിയൊക്കെ അപ്പുറത്ത് നിൽപ്പുണ്ടതേ. അപ്പോഴത്തെ ഇതാണ് ബാവലിപ്പുഴ. ഇതിൻ്റെ നടുവിൽ ആടുകളൊക്കെ പശുക്കളൊക്കെ മേയാൻ നിൽക്കുന്നുണ്ട്. അതിലും വീതിയുള്ള സ്ഥലമാണ് തേണ്ടി ഇവിടെ കാണുന്നത്. പക്ഷേ മഴക്കാലത്ത് ഈ മണ്ണ് മുഴുവൻ ഒലിച്ച് വേറൊരു സ്ഥലത്തോട്ട് പോകും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതുണ്ട്, ഇതാണ് പുഴ. ഇതുണ്ട്, അവിടെ കയവൊക്കെയാണ്. പുഴയും കയവും ഒക്കെ ചേർന്ന സ്ഥലമാണിത്. വളരെ ഇതായിട്ടാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നത്. അപ്പോഴത്തെ ഇവിടെ മാടിനെയൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞി അതിലേക്ക് ഇറങ്ങി നടപ്പുണ്ട്. അതുകൊണ്ട് അവന്മാരവിടെ ഫുട്ബോൾ കളിക്കുന്നു. ഫുട്ബോൾ കളിയാണ്, ഫുട്ബോൾ. ഇത് കണ്ടോ, ആന വന്ന ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ആന വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ, അല്ലാതെ ലല്ലല്ലാ വാടി നടക്കുന്ന പോലെയല്ല. വേനൽ കഠിനമാകുമ്പോൾ ആന ഇങ്ങോട്ട് ഇറങ്ങി വരും വെള്ളം തേടി. അങ്ങനത്തെ സ്ഥലമാണിത്. ഈ ഇടയ്ക്ക് വന്നതിൻ്റെ ആനപ്പിണ്ടമാണ് ഇപ്പം നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഈ പുഴയിലൂടെ ഇക്കരയ്ക്ക് കിടക്കുകയാണ്. ഇവിടെ പിടി, ഇവിടെ പിടി, ഇവിടെ പിടി, ഇവിടെ പിടി. ഇവളല്ലേ അവിടെ പുറകെ പോകും. വാ ഇവിടെ. നീ വാ, നിനക്കും അതുപോലെയുള്ള സാധനം കിട്ടുവേ. അപ്പം ഞങ്ങൾ പതിയെ പോവുകയാണ്. ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. കുപ്പി ഫുട്ബോൾ എന്ന് കേട്ടിട്ടില്ല? കുപ്പി ബോൾ, ഫുട്ബോളല്ല, കുപ്പി ബോൾ. പോടാ, വീട്ടിൽ പോടാ. ചെയ്തണ്ടോ, ഉരുക്കളൊക്കെ അകത്തൂടെ നടക്കുന്നു. ഇത് നല്ല സ്ഥലമാണ് കേട്ടോ. ഈ സമയത്ത് വന്നാലേ ഉള്ളൂ ഇവിടെ ഇച്ചിരിയിലും വെള്ളമൊക്കെ കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടം വരെ, ഈ വഴിയുടെ ഇവിടം വരെ വെള്ളം കയറി കിടക്കും. നല്ല പരന്ന സ്ഥലം, അടിപൊളി സ്ഥലം. അപ്പം ഞങ്ങൾ പോവുകയാണ്. കുഞ്ഞി വണ്ടിയൊക്കെ ഒരു കിടപ്പുണ്ട്. അപ്പോൾ ചേകാടിയുടെ മറ്റൊരു ഭാഗത്തുകൂടിയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് വിശാലമായ കൃഷിഭൂമിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കൊയ്ത്ത് കഴിഞ്ഞ് അടുത്ത പയർ കൃഷിയാണെന്ന് തോന്നുന്നു. അതിനുവേണ്ടി അവർ നിലമൊക്കെ ഒഴിഞ്ഞിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പഴയ കൃഷി കഴിഞ്ഞിട്ട് കച്ചിയൊക്കെ കളത്തിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് കാണാം. വളരെ നാച്ചുറലായിട്ടുള്ള ഭൂപ്രകൃതിയാണ്. നമുക്ക് വലിയ കൃഷികളോ ഒന്നും കാണാൻ പറ്റുകയില്ല. ഇവിടെ മുഴുവൻ ചെറിയ ഓടിട്ട വീടുകളും അതുപോലെ തന്നെ പുല്ല് നനഞ്ഞ വീടുകളുമൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അപ്പോൾ ചേകാടിയിലെ ആ പ്രകൃതി രമണീയമായ സ്ഥലം കാണാൻ എല്ലാവരും വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായ ഭൂപ്രകൃതികൾ കണ്ട് നമ്മൾ ആസ്വദിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ജീവിതത്തിൽ നമുക്ക് വലിയ നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്.
ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് തന്നെ എൻ്റെ യാത്രയുടെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലൂടെ വരുന്നത് തന്നെ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ഈ സ്കൂട്ടറിൽ വന്നതിന് കാരണം ഇവിടെ ആനശല്യമുള്ള സ്ഥലമാണ്, ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ പയർ കൃഷി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. പല സ്ഥലത്തും പയർ കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെറുപയർ ഉപയോഗിച്ച് നനച്ചൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്, മറ്റൊന്നും കൊണ്ടല്ല. കാരണം പുഴ കുറച്ച് ദൂരെയാണ്, 10-20 മീറ്റർ അകലെയാണ് പുഴ. അവിടുന്ന് പമ്പ് ചെയ്ത് വെള്ളമെടുത്താണ് അവർ കൃഷി വേനൽക്കാലത്ത് നടത്തുന്നത്. അപ്പോൾ ചേകാടിയിലെ മറ്റൊരു പ്രത്യേകത മുളം കാടുകളാണ്. നമുക്ക് വയനാട്ടിൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും പലതരത്തിലുള്ള വിവിധങ്ങളായ, നമുക്കതിൻ്റെ യഥാർത്ഥ പേരുകളൊന്നും അറിയില്ല. ചേകാടിയിലെ മുളം കാടുകൾ അത് നമ്മൾ കാണുമ്പോൾ തന്നെ പലതരത്തിലുള്ള മുളങ്കാടുകളാണ്, പല പല കളറിലുള്ള മുളകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് മൂപ്പന്മാരോടൊക്കെ ചോദിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ മുളകളുടെ പേരുകളൊക്കെ അറിയാൻ പറ്റൂ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത മുളയരി എടുത്ത് വിൽക്കുന്ന ആളുകളുണ്ട്, ഒരുപാടുണ്ട്. അതുപോലെ തന്നെ മുളയരി കൊണ്ട് പായസം ഉണ്ടാക്കി വിൽക്കുന്ന കടകൾ ധാരാളം കാണാൻ പറ്റി. പക്ഷേ ഇതുവരെ ഞാനത് ടേസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല, കാരണം നമുക്ക് അതെങ്ങനെയാണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇതാ നമുക്ക് കാണാൻ പറ്റും കച്ചി കെട്ടി വെച്ചിരിക്കുന്നത്, വണ്ടിലാക്കി വിൽക്കാനും. ഇത് കണ്ടോ, തുറു അടിച്ചിരിക്കുന്നതുണ്ടോ. ഇവിടെ കന്നുകാലി കൃഷി ധാരാളമുണ്ട്. കാരണം ഇവിടുത്തെ രീതിക്കാണ് കന്നുകാലി കൃഷികൾ ചെയ്യുന്നത്. അത് കൂടുതലും കർണാടകയിൽ നിന്നുള്ള കാലികളെയാണ് കണ്ടത്. കുട്ടനാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിത്തിനങ്ങൾ, നാടൻ വിത്തിനങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന പാടശേഖരമാണ് ചേകാടി. കേരളത്തിൽ കബനി എന്നും കർണാടകത്തിൽ ബാവലിപ്പുഴ എന്നും പറയുന്ന ആ പുഴയുടെ തീരത്താണ് ഈ ചേകാടി സ്ഥിതി ചെയ്യുന്നത്. ഈ ചേകാടിയിലെ കൃഷിരീതി നാടൻ കൃഷിരീതിയാണ്, അതായത് ജൈവ രീതിയിലുള്ള കൃഷിരീതിയാണ്. ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാരാണ് ആ കൃഷികളെല്ലാം നടത്തുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം, നമുക്കിവിടെ പത്മശ്രീ രാമേട്ടനുണ്ട്. രാമേട്ടൻ്റെ ഏറ്റവും കൂടുതൽ വിത്തിനങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ആ വിത്തിനങ്ങൾ മുഴുവൻ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ ചേകാടി. അപ്പോൾ ചേകാടിയിൽ സാധാരണ ഉള്ള കൃഷിരീതി എന്ന് പറഞ്ഞാൽ ജൈവ കൃഷിരീതിയാണ്. ആ ജൈവ കൃഷിരീതിയിലുള്ള കൃഷി നടക്കുന്ന കേരളത്തിലെ ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്നാണ്. അതിൽ പ്രധാനമാണ് ചേകാടി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ചേകാടിയിൽ നിന്ന് നമ്മൾ കയറുകയാണ്, നമ്മൾ വനത്തിനുള്ളിലാണ്. ഇത് 6 മണിയാകുമ്പോൾ അടയ്ക്കുന്ന ഗേറ്റാണ്. ഈ വനത്തിനുള്ളിലേക്ക് സാറിന് കയറ്റി വിടാറില്ല 6 മണിക്ക് ശേഷം, കാരണം ആനത്താരിയാണ് മുഴുവൻ. ഇതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. വേനൽക്കാലത്തിൻ്റെ കാഴ്ച ഒരു വ്യത്യസ്തതയുണ്ടല്ലോ, ഉണങ്ങി വരേണ്ട ഒരു കാലാവസ്ഥയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ വനത്തിനുള്ളിലാണ്, വനത്തിനുള്ളിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുവശം വലിയ കാടുകളാണ്, ഇടതുവശം വലിയ കാടുകളാണ്. അവിടുന്ന് ആനകൾ കയറാതിരിക്കാൻ വേണ്ടി ഫെൻസിങ് എല്ലാം ഇട്ടിട്ടുണ്ട്, ഡബിൾ ലൈൻ ഫെൻസിങ് ആണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ വലത്തുവശത്ത് ആൾത്താമസമുള്ള ഏരിയയാണ്, അവിടെ ഈ വഴി കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഫെൻസിങ്ങിൻ്റെ വലതുവശത്തുള്ള കാടിൻ്റെ നടുവിലൂടെ യാത്ര ചെയ്യുകയാണ്. ഇതിലെ സൈക്കിള് കടത്തി വിടുകയില്ല ഈ കാട്ടിലൂടെ. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ സ്കൂട്ടർ എടുത്ത് ഇതിൽ യാത്ര ചെയ്യുന്നത്. സാധാരണ രാവിലെ സമയമാണെങ്കിൽ, രാവിലെ 6 മണിക്കുള്ള സമയമാണെങ്കിൽ ഇവിടെയൊക്കെ ധാരാളം വന്യജീവികളെ കാണാൻ പറ്റുന്നതാണ്. മാന്, മയിൽ, ആന, റെയറായിട്ട് കടുവേനയും കാണുന്ന ഒരു പ്രദേശമാണിത്. ഇതിനടുത്ത പ്രദേശത്താണ് കൂടുതലും കാട്ടുമൃഗങ്ങൾ തമ്പടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ജനവാസ മേഖലയാണ്. ഇടത്തുവശത്തൊക്കെ ഗോത്രവർഗ്ഗക്കാരുടെ വീടുകൾ കാണാം. അവർക്ക് ഗവൺമെൻറ് വെച്ചു കൊടുത്ത വീടുകളാണിത്. അവരുടെ കൃഷി സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ വലത്തുവശത്തും ഇടത്തുവശത്തും ഒക്കെ നമുക്ക് വനം മാത്രമാണ് കാണാൻ പറ്റുന്നത്. വനമേഖലയിലെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇതൊക്കെയാണ്. ഇവിടെയൊക്കെ ആളുകൾ കളിക്കുന്ന സ്ഥലമാണ്.
ഇത് എല്ലിക്കാടുകളാണ്. ചെറിയ എല്ലി, വലിയ എല്ലി, അങ്ങനെ വിവിധ തരത്തിലുള്ള മുളങ്കാടുകളാണ്. മുളയും ഇല്ലിയുമാണ്. ഇതൊക്കെ വെട്ടി മാറ്റിയതിന് ശേഷം വീണ്ടും കിളുത്ത് വന്നിരിക്കുന്നതാണ്. ഇവിടുത്തെ നിങ്ങൾക്കറിയാം, വയനാട്ടിലെ കരകൗശല മേഖല, മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഒരു പ്രമുഖ ഏരിയയാണ് വയനാട്. കൊട്ടയും വട്ടിയും ഒക്കെ നിർമ്മിക്കുന്ന സ്ഥലങ്ങളാണ് കൂടുതലുള്ളത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ നമ്മൾ ശ്രമിച്ചെങ്കിലും നമുക്ക് സാധിച്ചില്ല. ഇതാ വന്യജീവികളെ കണ്ടില്ലെന്ന് പറയല്ലേ. ഇവിടെ കുറച്ച് കുരങ്ങന്മാരിരിപ്പുണ്ട്. കുഞ്ഞുങ്ങൾ ഉണ്ടായ സമയമാണ്. അതായത് ഒരു മാസം 1.5 മാസമായ കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്ന കുരങ്ങന്മാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വളരെ വലിയ വൃക്ഷങ്ങൾ, വലിയ വണ്ണമുള്ള വൃക്ഷങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ കാനൽ പാതയിലൂടെ ആനകളെ തേടിയുള്ള യാത്രയാണ്. കിട്ടിയാൽ ഒരൊറ്റക്കമ്പൻ, ഒറ്റയാനെ കിട്ടും. മുളങ്കാടും താണ്ടി നമ്മുടെ ഇടയിലേക്ക് കയറി വരട്ടെ എന്നാണ് നിങ്ങളോടൊപ്പം ഞങ്ങളുടെയും പ്രാർത്ഥന. ഇപ്പൊ പുള്ളിമാൻ ചാടിപ്പോയായിരുന്നു. പക്ഷെ ഇവൻ വീഡിയോ എടുത്ത് തിരിഞ്ഞു വന്നപ്പോഴത്തേനും പുള്ളിമാൻ്റെ വീട്ടിൽ പോയി. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഒച്ച വെക്കാതെ ഞങ്ങൾ പതിയെ പോവുകയാണ്. ഇനി ന്യൂട്രിട്ടങ്ങ് പോയാൽ പുള്ളിമാനെയോ മയിലിനെയോ മലയണ്ണാനെയോ ഒക്കെ കാണാൻ പറ്റും. കാടിൻ്റെ സൈഡിൽ പെരുമ്പാമ്പുണ്ടെങ്കിൽ ഇപ്പൊ പോണെങ്കിൽ സമ്മതിക്കില്ല. യാത്ര നടക്കുക ഇത്രയൊക്കെ മതിയുന്നു. ഇതൊക്കെ മതി, നമുക്ക് തിരിച്ചു പോകാം. കാടവിട മക്കളെ, ഇതേപോലെ കാടന്മാർ കാടവിട മക്കളെ. കുറുവാദ്വീപ് പോകുന്നുണ്ടോ? കുറുവാദ്വീപില്ല, ഈ വഴിക്കാണ് കുറുവാദ്വീപ് പോകുന്നത്. ഈ വഴി പോയിട്ട് അങ്ങോട്ടാ ഇരിക്കണ്ടേ? ഇല്ല, ഇനി പുൽപ്പള്ളി നമ്മുടെ റോഡ് ഇതിനറ്റം. പാക്കങ്കോട് നൈറ്റ് ആയില്ലടാ, വൈകുന്നേരം ആയില്ലേ? അപ്പോഴത്തെ വനമേഖല ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ്. അതിന് ശേഷമുള്ള ഒരു പാടമാണിത്. അതുപോലെ തന്നെ അവിടെയെല്ലാം സ്പ്രിങ്ക്ലർ ഇട്ട് കാപ്പിയൊക്കെ നനയ്ക്കുന്നുണ്ട്. കാപ്പിയെല്ലാം പൂക്കുന്ന സമയമാണ്. നമ്മൾ പലയിടത്തും പൂത്തത് കണ്ടതാണ്. കാപ്പി പൂക്കുന്ന സമയമായതുകൊണ്ട് എല്ലായിടത്തും സ്പ്രിങ്ക്ലർ ഇട്ട് നനയ്ക്കുന്നുണ്ട്. ആ വാഴത്തോട്ടത്തിനൊക്കെ നടുവിൽ കാപ്പിത്തോട്ടമുണ്ട്. ചെറു കാപ്പികളാണ്. ഇത് കണ്ടോ, കാപ്പിയെല്ലാം വെച്ചിരിക്കുന്നു. ഈ പാടമൊക്കെ വെള്ളം കയറ്റാനുള്ള തയ്യാറെടുപ്പിൽ ഉഴുതിട്ടിരിക്കുകയാണ്. ഒരു കൃഷി കഴിഞ്ഞു, അടുത്ത കൃഷിക്ക് വേണ്ടി ഉഴുതിട്ടിരിക്കുന്ന പാടങ്ങളാണ് കാണുന്നത്. കൊള്ളാം, വയനാട്ടിൻ്റെ ഗ്രാമീണ ഭംഗി. പാലക്കാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് വയനാടിൻ്റെ ഗ്രാമീണ ഭംഗി. കൂടുതലും മുളങ്കാടുകളാണ്. മുളങ്കാടുകൾ നമ്മളെ ഭയങ്കര വൈബാണ്. മുളങ്കാട്ടിൻ്റെ ഇടയിൽ കൂടെ പോകുന്നതും ആ മുളങ്കാടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നതൊക്കെ ഭയങ്കര വൈബാണ്. ഇതിൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. ഇതൊന്നുമല്ല, കാലിവളർത്തൽ കൂടുതലുള്ള ഒരു ജില്ലയാണ് വയനാട്. ഇവിടെ കാടുകളിലേക്ക് അഴിച്ചു വിട്ടാണ് വളർത്തുന്നത്. അതുകൊണ്ട് പാലുൽപാദനത്തിൽ മികച്ച രീതിയിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് വയനാട്. കുരുമുളക് കൃഷിയാണ് ഒരു സൈഡിൽ. എല്ലായിടത്തും തെങ്ങ് കൃഷിയുണ്ട്. കുരങ്ങില്ലാത്ത ഭാഗത്തെല്ലാം തെങ്ങ് കൃഷി ധാരാളമുണ്ട്. കുഞ്ഞിതേ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അവൾക്ക് വേറെ ഒരു പണിയില്ല. ഇത് കണ്ടോ, ബെൽറ്റ് ഇല്ലാതെയാണ് ഇന്ന് അവളെ കൊണ്ടുവന്നത്. അതുകൊണ്ട് അവൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റും. ഇപ്പോൾ ഒരു മീൻ വറുത്തമൊക്കെ തിന്നിട്ട് നടക്കുക കള്ളിപ്പെണ്ണ്. അല്ലേ കഞ്ഞാളി? ആണോ കഞ്ഞാളി? മീൻ വറുത്തത് തിന്നിട്ട് നടക്കുകയാണോ? ഓടണ്ട, ഇങ്ങ് വരും വഴി നീ മാറ്. ആ, ഇടയ്ക്ക് തോന്നിയാസമുണ്ട്. പോകുന്ന പോക്ക് കണ്ടോ? നിൽക്കേ, ഈ വഴി നീ മാറ. കയറുന്ന വണ്ടി, കയറി വണ്ടി. അവിടെ കിടന്നോ. കിടക്കാനായിട്ട് നമുക്കൊരു സൗകര്യം കിട്ടിയിട്ടുണ്ട്. ചെറുകാട്ടൂർ അമലാനഗറിലാണ് നമുക്ക് ഇന്ന് ഒരു സൗകര്യം കിട്ടിയത്. നമ്മുടെ സുഹൃത്തായ ബീത്തിനെ വഴി വെച്ച് കിട്ടിയതാണ് കേട്ടോ. ബീത്ത് ഇന്നലെ നമ്മളെ സഹായിച്ചു. ഇന്നലെ പള്ളിയിലാണ് കിടന്നത്. ചെറുകാട്ടൂർ പള്ളി, സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ചെറുകാട്ടൂർ. അപ്പോൾ അവിടെ കിടക്കാനുള്ള സൗകര്യം അച്ഛനോട് സംസാരിച്ചത് ബിജിത്താണ്. വഴിയിൽ വെച്ച് കണ്ടാണ്. പിന്നെ പുള്ളിക്കൊരു വ്ളോഗുണ്ട്, പുള്ളിയുടെ ഒരു ചാനലുണ്ട്. ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞ് ലൂമിയർ വ്ളോഗ്. ലൂമിയർ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേക്ക്.
LUMIERE. അപ്പോൾ വയനാടിൻ്റെ കാഴ്ചകളാണ് പുള്ളിയുടെ ചാനലിൽ കൂടുതലും വരുന്നത്. ട്രാവൽ ബ്ലോഗർ തന്നെയാണ് ആൾ. ഈ കാട്ടിലൊക്കെ പോകുന്ന ആളാണ്. പിന്നെ കൂടാതെ അവരുടെ ബന്ധുക്കളൊക്കെ കാട്ടിൽ വാച്ചർമാരൊക്കെ ഉണ്ട്. വാച്ചർമാരും പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് പെർമിഷനോട് കൂടി തന്നെ അകത്ത് കയറാൻ പറ്റും. അപ്പോൾ വയനാടിൻ്റെ കാനന ഭംഗിയൊക്കെ ആസ്വദിക്കേണ്ടവർ പുള്ളിയുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല കാഴ്ചകളാണ് അവർ നമുക്ക് അവരുടെ ചാനലിലൂടെ തരുന്നത്. വയനാടിൻ്റെ മാത്രമുള്ള നല്ലൊരു കാഴ്ചകളാണ് തരുന്നത്. ഇന്ന് സമയമില്ലാതായിപ്പോയി. ഇവരുടെ കുറച്ച് പ്രോപ്പർട്ടി മുകളിലുണ്ട്. ഇതൊരു മലയാണ്. മലയുടെ മുകളിൽ വരെ ഇവരുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ വയനാടിൻ്റെ സർവ്വ പട്ടണവും കാണാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഞങ്ങൾ വെളുപ്പിനെയാണ് അങ്ങോട്ട് കയറിപ്പോയത്. അപ്പോൾ നല്ല ഒരു വെളിച്ചം വീണ് വരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നന്നായിട്ട് വെളിച്ചം വന്നാലേ ഉള്ളൂ നമുക്ക് അകലെയായിട്ടുള്ള കാഴ്ചകൾ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണത്. അതിൽ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ വരും. വയനാടിൻ്റെ കാഴ്ചകൾ കാണാൻ എല്ലാവർക്കും ഇങ്ങോട്ട് എത്താം എന്നുള്ള രീതിയിലാക്കാം എന്നാണ് വീത്ത് പറയുന്നത്. അപ്പോൾ ഇവരുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ചാനൽ കയറി കാണുക. അപ്പം ഞാനും കുഞ്ഞും കൂടി ഇവിടെ ടെൻ്റ് അടിച്ച് കിടക്കാമെന്നോർത്താണ് വിചാരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് തൊട്ട് താഴെ വഴിയാണ് കേട്ടോ. ഇരുട്ടായതുകൊണ്ട് വലിയ കാര്യമായിട്ട് കാണത്തില്ല, വെട്ടമുള്ളതുകൊണ്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇന്ന് ടെൻ്റ് അടിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ ചെറിയ വീടും സൗകര്യക്കുറവൊക്കെ ഉണ്ട്. അവിടെ കൂടുതൽ അംഗങ്ങളുള്ളതാണ്. അപ്പോൾ വീത്ത് പറഞ്ഞ് മുറ്റത്ത് ടെൻ്റ് അടിച്ച് കിടന്നോളൂ, ഇവിടെയൊന്നും മൃഗങ്ങളുടെ ശല്യമൊന്നും ഇല്ലാത്ത ഏരിയയാണ്. അതാണ് നമുക്ക് ധൈര്യം. പിന്നെ കുഞ്ഞുണ്ടല്ലോ കൂട്ടിന്. അപ്പോൾ ശരി, നമുക്ക് ടെൻ്റ് അടിക്കാവേ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ ടെൻ്റ് ഒന്ന് ഉണർന്നിരിക്കുകയാണ്. ടെൻ്റൊക്കെ അടിച്ചു. ഇനിയിപ്പോൾ കുഞ്ഞിനെ കയറ്റി കിടക്കണം, ഞാനും കിടക്കണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ സൈക്കിൾ താഴെയാണ് വെച്ചിരിക്കുന്നത്. ആ കാണുന്ന ലൈറ്റത്ത് നമ്മുടെ സൈക്കിളാണ് ഇരിക്കുന്നത്. അത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. പോസ്റ്റിൽ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഇങ്ങോട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ കുഞ്ഞിയുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ബാക്കി സാധനങ്ങളെല്ലാം സേഫായിട്ട് വെക്കാൻ പറ്റും. അങ്ങനൊരു ഗുണമുണ്ട്. അപ്പോൾ ടെൻറ്റ് റെഡി. ഇനി അതിൻ്റെ അകത്ത് സുഖമായിട്ട് കയറി കിടന്ന് നീണ്ടു കിടന്ന് ഉറങ്ങണം. ഇപ്പോൾ തന്നെ 10 മണിയായി. ഇന്ന് യാത്ര വളരെ ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് റോഡ് പണി നടക്കുന്ന സ്ഥലങ്ങളിലൂടെ പോയതുകൊണ്ട് നല്ല കട്ട് റോഡ് വഴിയാണ് യാത്ര ചെയ്തത്. അതുകൊണ്ട് ശരീരമെല്ലാം നല്ല വേദനയാണ്. കാര്യം പറഞ്ഞാൽ സ്കൂട്ടറിലാണ് യാത്ര ചെയ്തത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, കട്ടറുള്ള റോഡുകളായിരുന്നു മുഴുവൻ. കാട്ടിലൂടെയുള്ള യാത്രയല്ലേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ കാട്ടിലും മാത്രമല്ല, നമ്മൾ ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡ് വഴിയൊക്കെയാണ് പോയത്. അതൊക്കെ മണൽ മാത്രം അടിഞ്ഞു കിടക്കുന്ന റോഡുകളാണ്. അതുപോലെ തന്നെ നല്ല കട്ടറുണ്ട്. ഇവിടെയൊക്കെ ഈ പുഴയോരത്തുകൂടിയാണ് നമ്മുടെ യാത്ര നടത്തിയത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ കാടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയും ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അതിനിടയ്ക്കൊരു വണ്ടി വന്ന് ബ്രേക്ക് ഡൗൺ ആയി. അത് ബ്രേക്ക് ഡൗൺ ആകുമല്ല, കയറ്റം കയറാൻ പറ്റാത്തൊരു ലെവലിലെത്തി. അതൊക്കെ ഞങ്ങൾ അവരെയൊക്കെ സഹായിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നത്. ഒരു റോഡ് തന്നെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടാണ് ആ വണ്ടി കയറ്റി വിട്ടത്. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം പെട്ടെന്ന് പുള്ളി അത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തിയിരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ ഓടിപ്പോയി കല്ലൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതൊക്കെ നമ്മൾ കാണിക്കാം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.